നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. UDF ഭരണം നിലനിർത്തുന്നതിനാണ് പത്തനാപുരത്ത് താലൂക്ക് അനുവദിച്ചെന്ന് പുനലൂർ MLA. കേസ് ഒത്തുതീർപ്പിനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഗൃഹനാഥനെ അഞ്ചൽ SI മർദ്ദിച്ചതായി പരാതി. സുനന്ദ പുഷ്കറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ശശി തരൂർ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B. രാധാമണി. വാർത്തകൾ വിശദമായി. UDF ഭരണം നിലനിർത്തുന്നതിനാണ് പത്തനാപുരത്ത് താലൂക്ക് അനുവദിച്ചതെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു. പത്തനാപുരം താലൂക്കിന്റെ ഭാഗമായ ഓഫീസുകളൊന്നും ഇനി മാറ്റിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും MLA പറഞ്ഞു. UDF ഭരണം നിലനിർത്തുന്നതിനാണ് പത്തനാപുരത്ത് താലൂക്ക് അനുവദിച്ചതെന്ന് പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു പറഞ്ഞു. പുനലൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് അനുവദിച്ച 12 താലൂക്കുകളിൽ കോന്നി, പത്തനാപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ താലൂക്ക് അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ചടയമംഗലത്ത് താലൂക്ക് വേണമെന്ന നീണ്ട നാളത്തെ ആവശ്യം ബോധപൂർവം അവഗണിക്കുകയായിരുന്നുവെന്നും താലൂക്കുകൾ അനുവദിച്ചതിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവരുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്ത വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ 2 താലൂക്കുകൾ സമീപ മണ്ഡലങ്ങളിലെ MLA-മാർക്ക് വേണ്ടി 2 താലൂക്കുകൾ രൂപീകരിച്ചതിനുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ ആവശ്യം അവർക്ക് ആർക്കും ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിലല്ല. എന്നാൽ അതിനേക്കാൾ പ്രധാനം ഗവൺമെൻറ് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടി പത്തനാപുരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരത്ത് 8 വില്ലേജുകൾ ചേർന്നൊരു താലൂക്കും, അതുപോലെ തന്നെ കോന്നി അതിനടുത്ത മണ്ഡലം റവന്യൂ മന്ത്രിയുടെ മണ്ഡലം കൂടാണ്, അവിടെ ഒരു പ്രത്യേക താലൂക്ക്. ന്യായമായും താലൂക്കുകളായി പരിഗണിക്കേണ്ടുന്ന എത്രയോ മറ്റു പ്രദേശങ്ങളുണ്ട്. നമ്മുടെ താലൂക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ള ചടയമംഗലം, ആ ചടയമംഗലം മണ്ഡലം ചിതറ മുതൽ കിടക്കുകയാണ്. ചടയമംഗലം എളവാട് വരെ വരും ആ ചടയമംഗലം, കൊട്ടാരക്കര താലൂക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരം പരിഗണനകൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒന്നും പരിഗണിക്കാതെ വെറും രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താലൂക്കുകൾ രൂപീകരിച്ചത് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. പത്തനാപുരത്തേക്ക് പത്തനാപുരം താലൂക്കിന്റെ ആസ്ഥാനം മാറ്റിയപ്പോൾ ഇലക്ഷൻ ഓഫീസ് മാറ്റിക്കൊണ്ടുപോയ തഹസിൽദാരുടെ നടപടി നിഷേധാർഹമാണെന്നും അടിയന്തരമായി ഓഫീസ് സംബന്ധമായി ഇവിടെ നിന്നും കൊണ്ടുപോയ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും തിരികെ പുനലൂർ ഓഫീസിൽ കൊണ്ടുവരാൻ കളക്ടർ നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. ഇപ്പോൾ പുനലൂർ താലൂക്കിന്റെ ഭാഗമായ ഒരു ഓഫീസ് പോലും ഇനി മറ്റെവിടെയെങ്കിലും മാറ്റാൻ അനുവദിക്കില്ലെന്നും MLA പറഞ്ഞു. അപ്പോൾ പുതിയ താലൂക്ക് രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് പഴയ നമ്മുടെ താലൂക്കിന്റെ, അതായത് പുനലൂർ താലൂക്കിന് ഒരൊറ്റ ഓഫീസുകൾ പോലും ഇവിടെ നിന്ന് പുതിയ താലൂക്കിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം പുതിയ താലൂക്ക് രൂപീകരിച്ചാൽ അവിടെ അനുബന്ധമായി വരുന്ന ഓഫീസുകളെല്ലാം അവിടെ പിന്നെ കാലക്രമത്തിൽ ഉണ്ടാകേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു താലൂക്ക് ആസ്ഥാനത്ത് വരേണ്ട ഓഫീസുകൾ വേണം എന്ന് അവിടുത്തെ ജനപ്രതിനിധിയോ ആ പ്രദേശത്തെ ആളുകളോ ആവശ്യപ്പെടുന്നതിലൊരു തെറ്റുമില്ല. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്നാൽ വേറൊരു താലൂക്ക് ഭൂരിപക്ഷം വരുന്ന 15 വില്ലേജുകൾ ഉൾക്കൊള്ളുന്ന താലൂക്കിൽ കിടക്കുന്ന ഓഫീസുകൾ മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന വിഷയമില്ല. ഒരു താലൂക്ക് അനുബന്ധ ഓഫീസുകൾ, താലൂക്ക് അനുബന്ധ ഓഫീസ്, ഇപ്പോൾ സപ്ലൈ ഓഫീസ്, ഒരു താലൂക്കിൽ ഒരു സപ്ലൈ ഓഫീസ് എന്നാണല്ലോ വയ്പ്, ഒരു താലൂക്കിലൊരു അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, ഇതുപോലെ ഒരു താലൂക്ക് ആസ്ഥാനത്ത് പ്രവർത്തിക്കേണ്ട ഓഫീസ്. കോടതികൾ താലൂക്ക് ആസ്ഥാനത്താണ് സാധാരണ. സബ് കോടതിക്ക് താഴെയുള്ള മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി എല്ലാം മിക്കവാറും എല്ലാ താലൂക്ക് ആസ്ഥാനത്തും. ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസ് അത് സാധാരണ താലൂക്ക് തഹസിൽദാർമാരാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറായി പ്രവർത്തിക്കുന്നത്. പുനലൂര് ഇലക്ഷൻ രജിസ്ട്രാർ ഓഫീസായി ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് പത്തനാപുരം താലൂക്ക് തഹസിൽദാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്തനാപുരം താലൂക്ക് തഹസിൽദാരെ ഇലക്ഷൻ കമ്മീഷൻ ആണ് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ നളിനി നെറ്റോയുടെ അടുത്ത് തന്നെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, റവന്യൂ മന്ത്രിയുടെ അടുത്ത് ധരിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കളക്ടറുടെ അടുത്ത് ധരിപ്പിച്ചിട്ടുണ്ട്. കളക്ടർ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു കഴിഞ്ഞു. അതായത് നോട്ടിഫിക്കേഷൻ ഇതാണ്. പുനലൂരെ തഹസിൽദാരെ ഇലക്ടറൽ രജിസ്ട്രാറായി നോട്ടിഫൈ ചെയ്യണം, ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്യണം. ആ സാങ്കേതികമായിട്ടുള്ള തടസ്സമേ ഉള്ളൂ. അതുവരെ പക്ഷേ ഈ ഓഫീസ്, ഇവിടുത്തെ കമ്പ്യൂട്ടറും ഇവിടുത്തെ റെക്കോർഡുകളും, ഈ 15 താലൂക്കിൽ റെക്കോർഡുകളുമെല്ലാം പഴയ തഹസിൽദാർ മാറ്റി അവിടെ കൊണ്ടുപോയത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്, ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനെതിരുമാണ്. അങ്ങനെ ചെയ്യാൻ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസായി
ഓഫീസറായിട്ടുള്ള പത്തനാപുരത്തെ തഹസിൽദാർക്ക് ഒരധികാരവും കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ കൊടുത്തിട്ടില്ല. കളക്ടറും ഗവൺമെൻറ്റും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പരാതി കളക്ടറോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ ഇടപെട്ട് ഇവിടുത്തെ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് പോയ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ 15 താലൂക്കുകളുമായിട്ടുള്ള രജിസ്റ്ററുകൾ അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പഴയ ഇലക്ഷൻ ഓഫീസ് എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കളക്ടർ പത്തനാപുരം താലൂക്ക് തഹസിൽദാർക്ക് നൽകിയിട്ടുണ്ട്. താലൂക്കിന്റെ ഭാഗമായ സ്ഥാപനങ്ങൾ മാറ്റിക്കൊണ്ടു പോകുന്നതിനെതിരെ CPM ആരംഭിക്കാൻ പോകുന്ന സമരപരിപാടികൾക്കെതിരെ CPIയിലെ ഒരു വിഭാഗം രംഗത്ത് വന്നതിനെതിരെ പാർട്ടിയുടെ നിലപാട് ആരാഞ്ഞപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുതകൾ മനസ്സിലാക്കാതെ പറഞ്ഞായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പാർട്ടി സെക്രട്ടറി പുസ്തകം കൊടുത്തില്ല, അതിനെതിരെ പാർട്ടി സെക്രട്ടറി കൊടുത്തു. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയല്ല. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, പറയുന്ന കാര്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും, ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു ഭാഗത്തിൻ്റെ മാത്രം ഒരു സെക്രട്ടറി അല്ല പാർട്ടിയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് എന്ന് കരുതി ഇപ്പം അഭിപ്രായം പറഞ്ഞ രതിരാജിനെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. പക്ഷേ രതിരാജ് പറഞ്ഞ സമരം ആവശ്യമില്ലെന്നോ അല്ലെങ്കിൽ എന്താണ് സമരത്തിന് എതിരായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം സമരം ആവശ്യമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പാർട്ടിയുടെ അഭിപ്രായമാണ്. കാരണം ഈ അവഗണനയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടന്ന വെഞ്ചീവ് മാർക്കറ്റ് പുനരാരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി രാജു നാടമുറിച്ച് മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടന്ന വെഞ്ചീവ് മാർക്കറ്റിന്റെ പ്രവർത്തനം വെള്ളിയാഴ്ച പുനരാരംഭിച്ചു. മുൻപ് ഇറച്ചി സ്റ്റോൾ മാത്രമായിരുന്നു മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനായി വെഞ്ചീവ് നിവാസികൾ അഞ്ചൽ, കോക്കാട്, പുനലൂർ, കരവാളൂർ എന്നീ മാർക്കറ്റുകളെയാണ് ആശ്രയിച്ചു വന്നിരുന്നത്. വെഞ്ചീവിൽ മാർക്കറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ഈ ദുരിതം ഒഴിവായി. മാർക്കറ്റിന്റെ പ്രവർത്തനോദ്ഘാടന ദിവസമായ വെള്ളിയാഴ്ച വൻ തിരക്കാണ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടത്. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി രാജു നാടമുറിച്ച് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ആ പ്രവേശന കവാടത്തിലേക്ക് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി രാജു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലവിലെ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാർക്കറ്റ് ഒരു മോഡൽ മാർക്കറ്റാക്കി മാറ്റാൻ ഇപ്പോൾ പദ്ധതി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതിയിലും അടുത്ത വർഷ പദ്ധതിയിലുമായിട്ട് ഇവിടെ എന്തെല്ലാമാണോ മാർക്കറ്റിന് വേണ്ടത് അത് മുഴുവൻ ചെയ്തു തരുന്നതായിരിക്കുമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഇപ്പം മഴ പെയ്താൽ ഈ മണ്ണെടുത്തിട്ടുണ്ട്, ഇതെല്ലാം മോശമാകും. ഈ ഇവിടെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത് വ്യാപാരികളായിട്ടുള്ള ആളുകൾ വെയിലത്തായാലും മഴയത്തായാലും അവർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാനും മീനും മറ്റുമെല്ലാം കൊണ്ടുവരുമ്പോൾ മീൻ്റെ വെള്ളവും ഒക്കെ ചന്തയ്ക്കകത്തേക്ക് ഒലിച്ചു വരാതെ അതൊരു ബയോഗ്യാസ് പ്ലാന്റും മറ്റും സ്ഥാപിച്ച് ആ പ്ലാന്റിലേക്ക് പോകാനും മാലിന്യം വിമുക്തമാക്കിക്കൊണ്ട് എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന നിലയിൽ ഒരു പ്രവേശന കവാടത്തിൽ വെഞ്ചേവ് മാർക്കറ്റിന്റെ പ്രവേശന കവാടം എന്ന ബോർഡ് സ്ഥാപിച്ച് മനോഹരമാക്കി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വെഞ്ചേമ്പിലെ അംഗനവാടിയുടെ ശോചനീയാവസ്ഥ MA ജലീൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശ്രദ്ധയിലെത്തിച്ചു. ഇതിനെ തുടർന്ന് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനായി 4 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വെള്ളി, ചൊവ്വ ദിവസത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിക്കുക. മാർക്കറ്റ് വികസന സമിതി ചെയർമാൻ B ബിനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G സുരേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം S പ്രദീപ്, M ഇസ്മയിൽ, മൈദീൻ കണ്ണ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സംവിധാനം ഊർജിതമാക്കിയതായി പുനലൂർ SI ഗോപകുമാർ. ഷാഡോ പോലീസിനെ ടൌണിന്റെ മിക്ക സ്ഥലങ്ങളിലും വിന്യസിപ്പിച്ചു കഴിഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് സുരക്ഷ ഒരുക്കാൻ പുനലൂർ പോലീസ് സജ്ജമായതായി പുനലൂർ SI KS ഗോപകുമാർ. റിപ്പബ്ലിക് ദിന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പുനലൂരിലുണ്ടാകുന്ന ആ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് പാർട്ടിയെ വിളിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു നല്ലൊരു പോലീസ്
ബന്ധവസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അൺവാണ്ടഡ് ഇൻസിഡന്റ് ഉണ്ടാകുന്നത്, സ്ത്രീകളെ ശല്യപ്പെടുന്നതൊക്കെ നോക്കാനായിട്ട് ശരിക്കും ഒരു മഫ്തിയിലും അതേപോലെ തന്നെ ഫുഡ് പെട്രോള്, ബൈക്ക് പെട്രോള് അല്ലാതെ തന്നെ ഓരോരോ പോയിന്റുകളിലൊക്കെ പോലീസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ റിപ്പബ്ലിക് ദിന ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് ജനമൈത്രി പോലീസിന്റെ ഒരു പ്ലോട്ടുണ്ട്. അതിങ്ങനെ സ്റ്റുഡൻസ് പോലീസും ജനമൈത്രി പോലീസ് സമിതി അംഗങ്ങളും ഒപ്പം പോലീസും ഇവിടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്ലോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുരക്ഷ ഒരുക്കുന്നതിനായി മറ്റു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെയും സഹായം തേടിയതായും അദ്ദേഹം പറഞ്ഞു. രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ പുനലൂരിലും വൻ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ എല്ലാ നടപടികളും പോലീസ് ഒരുക്കിക്കഴിഞ്ഞു. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിനായി മഫ്തി പോലീസിനെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിപ്പിക്കും. കൂടാതെ സ്റ്റുഡൻസ് പോലീസിന്റെയും ജനമൈത്രി പോലീസിന്റെയും ഫ്ളോട്ടുകളും ഘോഷയാത്രയിൽ അണിചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി MLA റോഡ് ഒരു പരിധിവരെ ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനവും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുന്നിക്കോട് വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന റാലി സംഘടിപ്പിക്കുന്നു. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 26-ന് വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന ഘോഷയാത്ര സംഘടിപ്പിക്കും. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ പൌരാവലിക്കുമൊപ്പം സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഉൾപ്പെടെ എല്ലാ ജനകീയ പ്രസ്ഥാനങ്ങളും റിപ്പബ്ലിക് ദിന റാലിയിൽ അണിനിരക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30-ന് വിളക്കുടി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര കുന്നിക്കോട് ജംഗ്ഷനിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന റിപ്പബ്ലിക് ദിന സമ്മേളനം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശിന്റെ അധ്യക്ഷതയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. അജിത് കുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. ഗ്രാമപഞ്ചായത്ത് അംഗം J. ഷാജഹാൻ, TR. കൃഷ്ണൻ നായർ എന്നിവർ പ്രസംഗിക്കും. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, ജനറൽ കൺവീനർ TR. കൃഷ്ണൻ നായർ, ഭാർഗവൻ പിള്ള, CS. മജീദ്, പച്ചില ശംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. അതായത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സ്കൂളുകളുടെയും കുട്ടികൾ ഇതിൽ പങ്കെടുക്കും. എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും ഉണ്ടാകും. വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുടെ കടകളെല്ലാം അലങ്കരിച്ച് അവർ രംഗത്തുണ്ട്. നാനാ തുറകളിലുള്ള എല്ലാവരും തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം ജില്ലയിൽ 2ാം സ്ഥാനത്ത് എത്താനായിട്ട് കഴിഞ്ഞുവെന്ന് പത്ര റിപ്പോർട്ട് ഗവർണറുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിനേക്കാൾ ഗംഭീരമായി നടത്തണം, 1ാം സ്ഥാനത്ത് എത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. വളരെ എല്ലാവരുടെയും ഒരു സഹായ സഹകരണം പൊതുജനങ്ങളുടെ എല്ലാം ഉണ്ട്. ആദ്യം 8:30-ന് തന്നെ വിളക്കുടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര കുന്നിക്കോട് ജംഗ്ഷൻ വഴി പച്ചില പള്ളിയുടെ ഭാഗത്ത് വന്നിട്ട് വീണ്ടും തിരിഞ്ഞ് ജംഗ്ഷൻ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് തലത്തിലുള്ള ജാഗ്രതാ സമിതി ബോധവത്കരണ ക്ലാസുകളിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതി ബോധവത്കരണ ക്ലാസ് വെള്ളിയാഴ്ച കിഴക്കുംഭാഗം ടൌൺ ഹാളിൽ സംഘടിപ്പിച്ചു. ബോധവത്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ നിർവഹിച്ചു. എല്ലാ ഭൗതിക ഘടനയിലും മാറ്റങ്ങളുണ്ടായ ഒരു രാജ്യത്ത് നമ്മുടെ പൗരാണികമായ സാംസ്കാരിക മേഖലകളിൽ സ്ഥിതി ഉണ്ടായിരിക്കും. ആ സ്ഥിതി നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് ഏറ്റവും ദോഷകരമായിട്ടുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടി കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കേരളം 15 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പൂർണ്ണതയിലെത്തിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചതിലെ പ്രധാന പ്രശ്നം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായിട്ടാണ് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി എസ് അധ്യക്ഷയായ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം മടത്തറ അനിൽ സ്വാഗതം പറഞ്ഞു. കടക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ വി രജികുമാർ ബോധവത്കരണ ക്ലാസിനു നേതൃത്വം നൽകി. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലപ്പോഴും പരാതികൾ നൽകുന്നതിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും പിന്തിരിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് തലത്തിലുള്ള ജാഗ്രതാ സമിതി ബോധവത്കരണ ക്ലാസിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ബോധവത്കരണ ക്ലാസുകൾ പരമാവധി
പ്രയോജനപ്പെടുത്തണമെന്നും പരാതിയുമായി ഏത് സമയത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് സ്റ്റേഷനിൽ വരാമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നോ രണ്ടോ ഒരു കുടുംബം മുതൽ വളരെ കുറച്ച് അച്ഛനോ അമ്മയോ കുട്ടികളോ അടങ്ങുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ള നിരവധി കുടുംബം ചേർന്ന ഒരു സമൂഹം മനുഷ്യൻ സമൂഹത്തിൽ സമൂഹജീവിയായിട്ടാണ് നിലനിൽക്കുന്നത്. ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ടി ബിജു, കൊട്ടാരക്കര ബാർ അസോസിയേഷൻ മെമ്പർ അഡ്വക്കേറ്റ് എൻ സതീഷ് ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അൻസർ തലവരമ്പ്, ഷൈല ബീവി, റജില നൌഷാദ്, ശ്യാമളകുമാരി, കെ ബി ശബരിനാഥ്, മധുര വിജയൻ, CDS ചെയർപേഴ്സൺ കെ ഉഷ, CDPO ഷക്കീല ബീവി, ICDS സൂപ്പർവൈസർ വി വിജയ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കേസ് ഒത്തുതീർപ്പിനായി സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി ഗൃഹനാഥനെ അഞ്ചൽ SI മർദ്ദിച്ചതായി പരാതി. വിളക്കുടി പാറയ്ക്കൽ ഹൌസിൽ രാജശേഖരൻ നായരാണ് ആരോപണവുമായി രംഗത്ത്. കേസ് ഒത്തുതീർപ്പിന് വിളിച്ചുവരുത്തി അഞ്ചൽ പോലീസ് സബ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതായി ആരോപണം. വിളക്കുടി പാറയ്ക്കൽ ഹൌസിൽ രാജശേഖരൻ നായരാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കേസ് ഒത്തുതീർപ്പിന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിനു ശേഷം അഞ്ചൽ SI S ശിവപ്രകാശ് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. രാജശേഖരൻ നായർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാജശേഖരന്റെ സഹോദരി തുളസീദേവിയും ഭർത്താവ് മുരളീധരൻ നായരും ചേർന്ന് രാജശേഖരന്റെ പിതാവ് രവീന്ദ്രൻ നായരെ കൊണ്ട് കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഇതിന്റെ പേരിൽ പിതാവിന്റെ സ്വത്തുക്കൾ സഹോദരിക്ക് എഴുതിവെക്കുകയായിരുന്നു. പിന്നീട് തന്നെയും ഭാര്യയും വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതിനെ തുടർന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉള്ളതായും അദ്ദേഹം പറഞ്ഞു. പോലീസ് മർദ്ദനത്തിനെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വത്തെല്ലാം വാങ്ങിയിട്ട് എന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ. അവര് SI പറഞ്ഞ അനുസരിച്ച് 10 മണിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പ്രകോപനമില്ലാതെ എന്നോടൊരു കാര്യം ചോദിക്കാതെ അവരുടെ മുന്നിൽ വെച്ച് എന്നെ അസത്യം പറയുകയും മനസ്സിൽ പീഡിപ്പിക്കുകയും പിന്നെ മുട്ടുകൊണ്ട് എന്നെ ഇടിക്കുകയും പിടിച്ചു തരികയും ചെയ്യും. എന്നിട്ട് എന്നെ ബലമായി രജിസ്റ്ററിൽ എന്നെ ഒപ്പിടിപ്പിച്ചിട്ട് ഈ സ്ഥലത്ത് ഞാൻ കണ്ടുപോകുന്നു. എൻ്റെ അച്ഛനമ്മ കാണുന്നതിൽ ശ്രമിച്ചാൽ എൻ്റെ പേര് നീ കേസെടുക്കുകയും ചകത്തുള്ളതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ വിട്ടത്. സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചു എന്നുള്ള ഒറ്റ കുറ്റമാണ് ഞാൻ ചെയ്തത്. എന്നിട്ടാണ് എന്നെയും എൻ്റെ കുട്ടികളെയും കൂടെ അവരുടെ വീട്ടിൽ നിന്ന് രാത്രി എന്നെ അടിച്ചിറക്കിയത്. ഞാൻ ഇപ്പോഴും ഒരു വാടക വിട്ടാണ് താമസിക്കുന്നത്. ഒരു സെന്റ് വസ്തു കൂടി ഇല്ല. ഈ അവസ്ഥയിൽ എന്നിട്ടും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വികസന സന്ദേശയാത്രയെ സ്വീകരിക്കാൻ പത്തനാപുരം ഒരുങ്ങിയതായി മണ്ഡലം പ്രസിഡന്റ് TM ജാഫർ അറിയിച്ചു. 27-നാണ് ജാഥ പത്തനാപുരത്ത് എത്തുന്നത്. വികസന സന്ദേശയാത്രയെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TM ജാഫർ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ പൊതുസമ്മേളനം നടക്കും. മണ്ഡലം പ്രസിഡന്റ് TM ജാഫറിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കും. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തന ഫണ്ടും ജില്ലാ കോൺഗ്രസ് മന്ദിര നിർമ്മാണ ഫണ്ടും DCC പ്രസിഡന്റ് പ്രതാപ് വർമ്മ തമ്പാൻ ഏറ്റുവാങ്ങും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സുനന്ദ പുഷ്കറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ശശി തരൂർ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി. മഹിളാ മോർച്ച പത്തനാപുരം നിയോജകമണ്ഡലം സംസ്ഥാന സമ്മേളനം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ഏറെ ദുരൂഹമായ ഒരു മരണമാണ് കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റേതെന്നും ദുരൂഹമായ മരണത്തിൽ സംശയത്തിന്റെ നിഴൽ നിലനിൽക്കുന്ന കേന്ദ്രമന്ത്രി ശശി തരൂർ രാജിവെച്ച് അന്വേഷണം നേരിടാൻ തയ്യാറാകണമെന്നും B രാധാമണി ആവശ്യപ്പെട്ടു. ഒരു സ്ത്രീയെയാണ് ഇവിടെ അവരെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അവരേത് രാഷ്ട്രീയ പാർട്ടിയോ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഒരു സ്ത്രീ, ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് ഒരു മന്ത്രിതലത്തിൽ ഇരുന്നു കൊണ്ട് അന്വേഷിച്ചാൽ അതിന് എന്താണ് അതിന് ന്യായം? എന്താണ് അതിന് നീതി കിട്ടാൻ പോകുന്നത്? ഇല്ല. ഈ കേസ് തേച്ചു മാച്ച് കളയാൻ വേണ്ടിയുള്ള അണിയറ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിയുടെ പത്നിക്ക് ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? ഇവിടുത്തെ ഒരു സാധാരണ ഒരു സ്ത്രീയെ ഈ രീതിയിൽ കൊന്നാൽ ആരെങ്കിലും ഇവിടെ ചോദിക്കാനും പറയാനും ഉണ്ടോ? ദിനം പ്രതി എത്ര സ്ത്രീകളാ ഇങ്ങനെ മൃഗീയമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒരാളും ചോദിക്കുന്നില്ല. മന്ത്രി പത്നിക്ക് പോലും ഇങ്ങനെയായപ്പോഴ് അവരുടെ സ്വന്തം മകനെ കൊണ്ടുപോലും പത്രങ്ങളിലും ചാനലുകളിലും അവരെ ആത്മഹത്യയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി സ്വന്തം മകനെ പോലും ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിതലത്തിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന
നടത്തുന്ന ഈ മന്ത്രിയെ താഴെ ഇറക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യണം. സായാഹ്ന ടൂറിസ്റ്റ് ഹോമിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ദേവകിയമ്മ അധ്യക്ഷത വഹിച്ചു. ബിജെപി നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, മഹിളാ മോർച്ച നേതാക്കളായ വസന്ത ബാലചന്ദ്രൻ, പുഷ്പ, താരാമോഹൻ, ഓമന പത്തനാപുരം, കുമാരി സുരേന്ദ്രൻ, സതീഭായി, ശ്രീകല സുരേഷ്, ലക്ഷ്മി, ബിജെപി നേതാക്കളായ അനീഷ് കോളൂർ, സജി കവലയിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വാനരന്മാരുടെ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ കല്ലുവെട്ടാംകുഴി നിവാസികൾ. കടക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. വാനരശല്യത്താൽ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് ചിതറ ഗ്രാമപഞ്ചായത്തിലെ കല്ലുവെട്ടാൻകുഴി നിവാസികൾ. വെള്ളിയാഴ്ച കൂട്ടത്തോടെ എത്തിയ വാനരന്മാർ വീടുകളിൽ കയറി ഭക്ഷണ സാധനങ്ങൾ അപഹരിച്ചതാണ് നാട്ടുകാരുടെ പരാതി. വാനരന്മാരുടെ ശല്യത്തെക്കുറിച്ച് ലൈവ് വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊഴിലുറപ്പിന് പോയിരുന്ന സ്ത്രീകൾ ഉച്ചയോടെ ഭക്ഷണം കഴിക്കുന്നതിനായി വീടുകളിൽ തിരികെ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. വാനരന്മാർ മത്സ്യമാംസങ്ങൾ കഴിക്കാറില്ലെന്ന് പറയാറുണ്ടെങ്കിലും അത് തെറ്റാണെന്നാണ് ഇപ്പോൾ വാനരന്മാരുടെ ഈ അതിക്രമത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പാകം ചെയ്തു വെച്ചിരിക്കുന്ന മീൻകറി ഉൾപ്പെടെയാണ് വാനരന്മാർ എടുത്തുകൊണ്ടുപോയത്. കൂടാതെ ഇളനീർ, ചേന, ചേമ്പ്, മരച്ചീനി, വാഴ മുതലായ കാർഷിക വിളകളും നശിപ്പിക്കുന്നു. 20ഓളം വരുന്ന വാനര സംഘമാണ് പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. ഗ്രാമസഭയിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടും വനംവകുപ്പ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകിയിട്ട് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. വാനരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ഗ്രാമവാസികൾ നാടുവിടേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. തിരിച്ചു പോകാനേ പറ്റൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇനി വന്ന് വൈകിട്ട് കവിച്ചിനാനേ പറ്റുള്ളൂ. ഭയങ്കര കുരങ്ങിന്റെ ശല്യം തന്നെ. ഞങ്ങൾ ഇങ്ങനെ കുരങ്ങന്റെ ശല്യം നിവർത്തിയില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിനെ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഫോറസ്റ്റിൽ പരാതി കൊടുക്കാൻ. ജനങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒപ്പിട്ട് പരാതി ഫോറസ്റ്റിൽ കൊടുക്കാൻ അവരതിന് പരിഹാരം കാണുമെന്നാണ് പറഞ്ഞത്. ഭക്ഷണം വന്നപ്പോൾ ഒന്നും കഴിക്കാനൊന്നുമില്ല. എല്ലാം തട്ടിപ്പറിച്ച് കളഞ്ഞ് നിൽക്കേണ്ട സാധനങ്ങളെല്ലാം നുള്ളിപ്പറിച്ച് അകത്ത് നിന്ന് ഒരാണ്ട് ആണാപ്പുറന്നുണ്ട് കൈ എത്ര എന്താ അടിച്ച് ഒട്ടിച്ച് വെച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കടക്കൽ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി പുനലൂർ പൂർണ്ണ സജ്ജമായതായി പുനലൂർ താലൂക്ക് തഹസീൽദാർ അറിയിച്ചു. പുനലൂർ താലൂക്ക് രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ ആഘോഷമാണിത്. 65ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് പുനലൂർ ഒരുങ്ങിക്കഴിഞ്ഞതായി പുനലൂർ താലൂക്ക് തഹസീൽദാർ ബി ശശികുമാർ അറിയിച്ചു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഒരു പ്രത്യേകത ഈ താലൂക്കിനെ സംബന്ധിച്ചുള്ളതെന്ന് വെച്ചാൽ, പുനലൂർ താലൂക്ക് രൂപീകൃതം ആയതിനു ശേഷമുള്ള ആദ്യത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. ഇത് വളരെ പ്രൗഢഗംഭീരമായി നടത്തുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നമ്മൾ റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, NCC, ഫോറസ്റ്റ്, എല്ലാ സേനകളുടെയും, സ്റ്റുഡൻസ് പോലീസ് തുടങ്ങിയ എല്ലാ സേനകളുടെയും മാർച്ച് പാസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ, എല്ലാ പുനലൂർ താലൂക്കിൻ്റെ കീഴിലുള്ള പുനലൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ വിവിധ കലാപരിപാടികൾ, പ്ലോട്ടുകൾ തുടങ്ങി എല്ലാവിധ വർണ്ണാഭമായിരിക്കും ഇപ്രാവശ്യം ഘോഷയാത്ര നടത്തുന്നത്. പുനലൂർ താലൂക്ക് നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. പുനലൂർ താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് ഇക്കൊല്ലം ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8:30 പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് വർണ്ണശബളമായ ഘോഷയാത്ര കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം അനേകം ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുക്കും. അവധി ദിവസമായതിനാൽ സ്കൂൾ കുട്ടികൾക്ക് കൺസെഷൻ നൽകണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുള്ളതായി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പോതിയാരുവിള മൂലബൌണ്ടർ ആയിരവല്ലി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന് തുടക്കമായി. ശനിയാഴ്ച കൂട്ടപ്പൊങ്കൽ സംഘടിപ്പിച്ചു. ഉത്സവം 26-ന് സമാപിക്കും. പോതിയാരുവിള മൂലബൌണ്ടർ ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിൽ അനിഴം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 24 വെള്ളിയാഴ്ചയാണ് ഉത്സവം ആരംഭിച്ചത്. 1-ാം ദിവസം വിവിധ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അന്നദാനം സംഘടിപ്പിച്ചിരുന്നു. ജനുവരി 25 ശനിയാഴ്ച രാവിലെ 1000-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്ത കൂട്ടപ്പൊങ്കൽ ക്ഷേത്രാങ്കണത്തിൽ നടന്നു. ക്ഷേത്ര മേൽശാന്തി തുടയന്നൂർ കിഴക്കേമഠം ശിവദാസൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 24, 25, 26 തീയതികളിലായി പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കടക്കൽ.
AISF കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കടക്കലിൽ തുടക്കം കുറിച്ചു. MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ വിദ്യാഭ്യാസത്തിനുണ്ടായ തകർച്ചയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മുല്ലക്കര രത്നാകരൻ MLA. AISF കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം കടക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോസഫ് മുണ്ടശ്ശേരിയിലൂടെ പകർത്തിയെടുത്ത ജനകീയ വിദ്യാഭ്യാസത്തിന്റെ തിരികെടുത്തിയതിന് ഉത്തരവാദി UDF സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടങ്ങളിൽ അടയാളമിട്ടു എന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിലെ വിദ്യാർത്ഥികൾ ആദ്യകാലമൊക്കെ നേരിട്ടത് ഒരു ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഭീഷണിയായിരുന്നു. പിന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിദ്യാഭ്യാസ മേഖല ഒരു മുതലാളിത്ത സംസ്കാരത്തിന്റെ ഭീഷണി നേരിട്ടത്. അത് രണ്ടും കഴിഞ്ഞാണ്, ഇത് രണ്ടും ഉള്ളപ്പോഴും ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുതരം ജനാധിപത്യ അംശം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഈ പുതിയ കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷം സംഭവിച്ചെന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ വിദ്യാഭ്യാസം വാണിജ്യവൽക്കരണത്തിന് വല്ലാതെ വിധേയമായി എന്നതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, വാണിജ്യവൽക്കരണം മാത്രം, ജനാധിപത്യപരമായ ഒരു വിദ്യാഭ്യാസ മേഖല വാണിജ്യവൽക്കരണത്തിന് മിക്കവാറും മുഴുവൻ കൈമാറുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല നിൽക്കുന്നത്. ഒരുതരം വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള മാറ്റമാണത്. അറിവിൽ നിന്ന് പണത്തിലേക്കുള്ള മാറ്റമാണത്. അത്തരം ഒരു മാറ്റത്തെ എതിർത്ത് തോൽപ്പിക്കാൻ AISFന് മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിനും അതിന്റെ ജനാധിപത്യ സ്വരൂപത്തിനുമെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്ത ഒരു ഇരുട്ടിലേക്ക് ഇന്ത്യ പോയി പതിക്കാനുള്ള സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറും സ്വാഗത സംഘം ചെയർമാനുമായ അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷനായിരുന്നു. AISF ജില്ലാ സെക്രട്ടറി M മനോജ് സ്വാഗതം പറഞ്ഞു. AISF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജൻ, AISF സംസ്ഥാന സെക്രട്ടറി KP സന്ദീപ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A മുസ്തഫ, AAYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ, AAYF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ S കല്ലേലി ഭാഗം, AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമ്യ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഭരണം നിലനിർത്തുന്നതിനാണ് പത്തനാപുരത്ത് താലൂക്ക് അനുവദിച്ചെന്ന് പുനലൂർ MLA. കേസ് ഒത്തുതീർപ്പിനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഗൃഹനാഥനെ അഞ്ചൽ SI മർദ്ദിച്ചതായി പരാതി. സുനന്ദ പുഷ്കറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ശശി തരൂർ രാജിവെക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B രാധാമണി. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക.